നമസ്കാരം. വാർത്തകൾ സമഗ്രമായി പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്ന വാർത്താ സന്ധ്യയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഭരണ പ്രതിപക്ഷ പാർട്ടികളുടെ ശക്തമായ എതിർപ്പിനിടെ സംസ്ഥാനത്ത് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ നടപടികൾ തുടങ്ങി. ബൂത്ത് ലെവൽ ഓഫീസർമാർ വീടുകളിലെത്തി ഫോമുകൾ കൈമാറി തുടങ്ങി. വിവരശേഖരണം ഒരു മാസം നീളും. പ്രമുഖരുടെ വീടുകളിൽ ജില്ലാ കളക്ടർമാർ നേരിട്ടെത്തി ഫോം വിതരണം ചെയ്തു. തിരുവനന്തപുരത്ത് നടൻ മധുവിന്റെ വീട്ടിലെത്തി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ എന്യൂമറേഷൻ ഫോം നൽകി. അർഹരായ എല്ലാവരും വോട്ടർ പട്ടികയിൽ ഉണ്ടാകുമെന്നും നടപടിയിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു ഖേൽക്കർ പറഞ്ഞു. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ആദ്യ നടപടിയാണ് എന്യൂമറേഷൻ ഫോം വിതരണം. വീടുകളിലെത്തി ബൂത്ത് ലെവൽ ഓഫീസർമാർ ഫോം വിതരണം ചെയ്യും. വീട്ടുകാർ ഇത് പൂരിപ്പിച്ച് തിരികെ ഏൽപ്പിക്കണം. കണ്ണൂരിൽ എഴുത്തുകാരൻ ടി പത്മനാഭന്റെ വീട്ടിലും തൃശൂരിൽ കലാമണ്ഡലം ഗോപി ആശാന്റെ വീട്ടിലും ഉദ്യോഗസ്ഥരെത്തി ഫോം നൽകി. തിരുവനന്തപുരത്ത് നടൻ മധുവിന്റെ വീട്ടിലെത്തി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു ഖേൽക്കർ ഫോം നൽകി. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നാടിന്റെ നന്മയ്ക്കെന്ന് നടൻ മധു. ഈ വോട്ടർ പട്ടികയെക്കുറിച്ച് വളരെ പരാതിയിലുള്ള ഈ സമയത്ത് ഈ പുതിയ ഫോമിൽ എല്ലാവരും ഒപ്പിട്ടിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് ഒരു ശുദ്ധീകരണമായിരിക്കും. നാട്ടിന് നല്ലതാണ്, നമുക്ക് നല്ലതാണ്. SIR-നെ എതിർക്കുന്ന സംസ്ഥാനത്തെ രാഷ്ട്രീയ കക്ഷികളെ വിശ്വാസത്തിലെടുക്കണ്ടേ എന്ന ചോദ്യത്തിന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ മറുപടി ഇങ്ങനെ: SIR എന്ന് പറയുന്നത് വോട്ടർ ലിസ്റ്റിന്റെ ഒരു ശുദ്ധീകരണമാണ്. ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യമില്ല. ഡ്യൂട്ടിയുടെ ഭാഗമാകുന്ന BLO-മാർക്ക് ഒരു മാസം പൂർണ്ണമായി SIR ഡ്യൂട്ടിയായിരിക്കും. BLO-മാർക്ക് ലഭിച്ച അപേക്ഷകളുടെ അടിസ്ഥാനത്തിൽ കരട് വോട്ടർ പട്ടിക തയ്യാറാക്കേണ്ടത് നിയമസഭാ മണ്ഡലത്തിൽ നിയോഗിച്ചിട്ടുള്ള ഇലക്ട്രൽ രജിസ്ട്രേഷൻ ഓഫീസറാണ്. രേഖ ആവശ്യമുള്ളവർക്ക് ERO നോട്ടീസ് അയക്കും. ആദ്യം കരടു പട്ടികയും പിന്നീട് അന്തിമ പട്ടികയും പ്രസിദ്ധീകരിക്കുന്നതാണ് രീതി. SIR നടപ്പാക്കുന്നതിനെതിരെ സർക്കാർ വിളിച്ച സർവകക്ഷി യോഗം നാളെ നടക്കും. 24 തിരുവനന്തപുരം. PM ശ്രീ വിവാദം ചർച്ചയാക്കി ഇന്ന് ചേർന്ന CPI സംസ്ഥാന കൗൺസിൽ. ഭൂരിഭാഗം അംഗങ്ങളും നേതൃത്വത്തെ അഭിനന്ദിച്ചെങ്കിലും നേട്ടത്തിൽ അഹങ്കരിക്കേണ്ടതില്ല എന്നായിരുന്നു ബിനോയ് വിശ്വത്തിന്റെ മറുപടി. ചർച്ച കൂടാതെ ഒപ്പിട്ടതിൽ കഴിഞ്ഞ ദിവസം നടന്ന CPM സംസ്ഥാന കമ്മിറ്റിയിലെ രൂക്ഷമായ വിമർശനം ഉയർന്നിരുന്നു. വീഴ്ച സംഭവിച്ചെന്ന് സെക്രട്ടറി MV ഗോവിന്ദൻ സമ്മതിച്ചു. PM ശ്രീ പദ്ധതി മരവിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് കേന്ദ്രത്തിന് കത്തയക്കാനുള്ള നടപടികൾ ഒരാഴ്ച കൊണ്ട് പൂർത്തീകരിക്കുമെന്ന് മന്ത്രി V ശിവൻകുട്ടി അറിയിച്ചു. 24 ബ്രേക്കിംഗ്. PM ശ്രീ പദ്ധതിയുടെ ധാരണാപത്രത്തിൽ ചർച്ച കൂടാതെ ഒപ്പുവച്ചതിൽ വീഴ്ച സംഭവിച്ചു എന്ന CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ തുറന്നുപറച്ചിൽ യാദൃശ്ചികമായി സംഭവിച്ചതല്ല. CPIM സംസ്ഥാന സമിതിയിൽ നടന്ന വിമർശനങ്ങൾക്ക് പിന്നാലെയാണ് സംസ്ഥാന സെക്രട്ടറിക്ക് വീഴ്ച സമ്മതിക്കേണ്ടി വന്നത്. മുന്നണിയിലും മന്ത്രിസഭയിലും ചർച്ച ചെയ്യാതെ PM ശ്രീ പദ്ധതിയുടെ ധാരണാപത്രത്തിൽ ഒപ്പിട്ടതെങ്ങനെയെന്ന് നേതൃത്വം വിശദീകരിക്കണമെന്ന് സംസ്ഥാന സമിതിയിൽ ആവശ്യമുയർന്നു. പാർട്ടിയുടെ രാഷ്ട്രീയ നയത്തിൽ നിന്ന് വ്യതിചലിച്ച് പദ്ധതിയോട് യോജിച്ചതിനെയും സംസ്ഥാന സമിതി അംഗങ്ങൾ വിമർശിച്ചു. തിരഞ്ഞെടുപ്പ് കാലത്ത് രാഷ്ട്രീയ തിരിച്ചടിയുണ്ടാക്കുന്നതാണ് PM ശ്രീ വിവാദമെന്നും അംഗങ്ങൾ ചൂണ്ടിക്കാട്ടി. വിമർശനങ്ങൾക്ക് മറുപടി പറഞ്ഞ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വീഴ്ച സമ്മതിക്കുകയായിരുന്നു. ചർച്ച കൂടാതെ പദ്ധതിയുടെ ധാരണാപത്രത്തിൽ ഒപ്പിട്ടത് വീഴ്ചയാണെന്നായിരുന്നു MV ഗോവിന്ദന്റെ കുറ്റസമ്മതം. കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ നടപ്പിലാക്കുമ്പോൾ രാഷ്ട്രീയ നയം പാലിക്കുന്നതിന് പ്രായോഗിക പ്രശ്നങ്ങളുണ്ട്. പണം നേടിയെടുത്തില്ലെങ്കിൽ വിദ്യാഭ്യാസ വകുപ്പ് സ്തംഭനാവസ്ഥയിലാകുന്നതുകൊണ്ടാണ് ഒപ്പിടേണ്ടി വന്നതെന്നും MV ഗോവിന്ദൻ വിശദീകരിച്ചു. PM ശ്രീ പദ്ധതി മരവിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് കേന്ദ്രത്തിന് കത്തയക്കുന്ന നടപടിക്രമം ഒരാഴ്ച കൊണ്ട് പൂർത്തീകരിക്കുമെന്ന് മന്ത്രി V ശിവൻകുട്ടി. ദോശ ചുടുന്നതുപോലെ അത്ര എളുപ്പമല്ല കാര്യങ്ങൾ. കത്തയക്കാൻ തീരുമാനിച്ചു. മന്ത്രിസഭാ സബ് കമ്മിറ്റി രൂപീകരിച്ചു. അത് പറഞ്ഞതുപോലെ ഇത്രയും വളരെ ഗൗരവമുള്ള വിഷയം പെട്ടെന്ന് ദോശ വിടുന്ന പോലെ പെട്ടെന്ന് അങ്ങ് തീരുമാനിക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഗൗരവത്തോടുകൂടി തന്നെ ഇച്ചിരി സമയമെടുത്തങ്ങ് ചർച്ച ചെയ്ത് നടപടിക്രമം പൂർത്തീകരിക്കുകയാണ്. PM ശ്രീ പദ്ധതിയിലെ നേട്ടത്തിൽ അഹങ്കരിക്കരുതെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. രാഷ്ട്രീയ നിലപാട് ഉയർത്താനായത് നേട്ടമാണ്. അമിതമായി ആഹ്ലാദിക്കാനോ അഹങ്കരിക്കാനോ പോയാൽ തിരിച്ചടി ഉണ്ടാകുമെന്നും സംസ്ഥാന കൗൺസിലിലെ ചർച്ചയ്ക്ക് ബിനോയ് വിശ്വം മറുപടി നൽകി. R ശ്രീജിത്ത്, 24 തിരുവനന്തപുരം. തിരുവനന്തപുരം വർക്കലയിൽ ട്രെയിനിൽ വെച്ച് പെൺകുട്ടിയെ ആക്രമിച്ചത് പുകവലി ചോദ്യം ചെയ്തതിനെന്ന് റിമാൻഡ് റിപ്പോർട്ട്. പരാതിപ്പെടും എന്ന് പറഞ്ഞത് പ്രതിയെ പ്രകോപിപ്പിച്ചു. കൊലപ്പെടുത്തണമെന്ന ഉദ്ദേശത്തോടെ ആക്രമിച്ചെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. കേസിൽ നിർണായകമായ CCTV ദൃശ്യങ്ങളും പോലീസ് ശേഖരിച്ചു. പരിക്കേറ്റ പെൺകുട്ടിയുടെ ആരോഗ്യസ്ഥിതി ഇപ്പോഴും ഗുരുതരമായി തന്നെ തുടരുകയാണ്. കോട്ടയത്തെ 2 ബാറുകളിൽ നിന്ന് മദ്യപിച്ച ശേഷം പ്രതിയും സുഹൃത്തും കേരള എക്സ്പ്രസിന്റെ ജനറൽ കമ്പാർട്ട്മെന്റിൽ കയറി. ശുചിമുറിക്ക് സമീപം നിന്ന് പുകവലിക്കുന്നത് പെൺകുട്ടികൾ ചോദ്യം ചെയ്തത് പ്രതിയെ പ്രകോപിപ്പിച്ചു. വാതിൽപ്പടിയിലിരുന്ന ശ്രീകുട്ടിയെ ശക്തിയായി ചവിട്ടി പുറത്തേക്കെറിഞ്ഞു. റിമാൻഡ് റിപ്പോർട്ടിലെ വിവരങ്ങൾ ഇങ്ങനെയാണ്. സുഹൃത്ത് അർച്ചനയെയും പ്രതി ആക്രമിക്കാൻ ശ്രമിച്ചെങ്കിലും മറ്റ് യാത്രക്കാരുടെ സഹായത്താൽ രക്ഷപ്പെടുകയായിരുന്നു.
കൊലപ്പെടുത്തണമെന്ന ഉദ്ദേശത്തോടെ പുറത്തേക്ക് ചവിട്ടിയെറിഞ്ഞെന്നും പോലീസ് പറയുന്നു. വധശ്രമവും യാത്രക്കാരെ ശല്യം ചെയ്യലും ഉൾപ്പെടെയുള്ള 6 വകുപ്പുകളാണ് പ്രതിക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. കേരള എക്സ്പ്രസിലെ CCTV ദൃശ്യങ്ങളടക്കം ശേഖരിച്ചാണ് പോലീസ് അന്വേഷണം തുടരുന്നത്. CCTV ദൃശ്യങ്ങളിൽ ആക്രമണത്തിന്റെ നിർണായക വിവരങ്ങളുണ്ട്. പുറത്തേക്ക് ചവിട്ടിയെറിഞ്ഞത് സുരേഷ് തന്നെയെന്നും ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. ഇത് കേസന്വേഷണത്തിൽ നിർണായകമാകുമെന്ന നിരീക്ഷണത്തിലാണ് പോലീസ്. പരുക്കേറ്റ പെൺകുട്ടിയുടെ ആരോഗ്യസ്ഥിതിയും മാറ്റമില്ലാതെ തുടരുകയാണ്. തലച്ചോറിനേറ്റ ക്ഷതം ആരോഗ്യസ്ഥിതി ഗുരുതരമാക്കുന്നു. പെൺകുട്ടി അപകടനില തരണം ചെയ്തെന്ന് നിലവിൽ പറയാനാകില്ലെന്നും ഡോക്ടേഴ്സ് അറിയിച്ചു. മെഡിക്കൽ കോളേജിലെ മൾട്ടി സ്പെഷ്യാലിറ്റി ബ്ലോക്കിൽ ക്രിട്ടിക്കൽ കെയർ വിഭാഗത്തിലാണ് ചികിത്സ. ചതവുകൾ സുഖപ്പെടാൻ സമയമെടുക്കുമെന്ന കാര്യം ഡോക്ടേഴ്സ് പെൺകുട്ടിയുടെ കുടുംബത്തെയും അറിയിച്ചു. 24 തിരുവനന്തപുരം. തമിഴ്നാട് പോലീസിന്റെ കസ്റ്റഡിയിൽ നിന്ന് തൃശൂരിൽ വെച്ച് ചാടിപ്പോയ കുപ്രസിദ്ധ മോഷ്ടാവ് ബാലമുരുകനെ ഇനിയും പിടികൂടാനായിട്ടില്ല. പ്രതിക്ക് തമിഴ്നാട് പോലീസിന്റെ സഹായം കിട്ടി എന്നാണ് സംശയം. ഭക്ഷണം കഴിക്കാനായി മാറ്റിയ കൈവിലങ്ങ് തിരികെ അണിയിക്കാത്തതിലും ദുരൂഹത ബാക്കി നിൽക്കുന്നു. വിയൂർ ജയിൽ പരിസരം കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ വ്യാപകമായ തിരച്ചിൽ പുരോഗമിക്കുന്നത്. തമിഴ്നാട്ടിൽ രജിസ്റ്റർ ചെയ്ത കേസിൽ വിരുദനഗറിലെ കോടതിയിൽ ഹാജരാക്കി വിയൂർ സെൻട്രൽ ജയിലിലേക്ക് തിരികെ എത്തിക്കുമ്പോഴാണ് സംഭവം. വിയൂർ സെൻട്രൽ ജയിൽ പരിസരത്ത് നിന്ന് 50 മീറ്റർ അകലെ വെച്ച് ഇന്നലെ രാത്രി 9:30യോടെയാണ് ബാലമുരുകൻ തമിഴ്നാട് പോലീസിന്റെ കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെട്ടത്. പ്രതി ചാടിപ്പോയതിൽ ബാലമുരുകനെ തിരികെ കൊണ്ടുവന്ന തമിഴ്നാട് പോലീസ് ഉദ്യോഗസ്ഥർക്ക് പങ്കുണ്ടോ എന്ന സംശയവും ഉയരുന്നുണ്ട്. പ്രതി ആവശ്യപ്പെട്ടപ്പോൾ വാഹനം നിർത്തിയതിലും കൈവിലങ്ങ് മാറ്റിയതിലും വീഴ്ച സംഭവിച്ചതാണ് കണ്ടെത്തൽ. മൂത്രമൊഴിക്കാൻ വാഹനം നിർത്തിയപ്പോൾ കടന്നു കളഞ്ഞെന്നാണ് ഉദ്യോഗസ്ഥരുടെ മൊഴി. ഭക്ഷണം കഴിക്കാൻ നേരം അഴിച്ച കൈവിലങ്ങ് പൂട്ടിയിരുന്നില്ലെന്ന് തമിഴ്നാട് പോലീസ് പറയുന്നു. ചാടിപ്പോയ പ്രതി ആദ്യം ജയിൽ പരിസരത്തേക്കും പിന്നീട് റോഡിലേക്കും പോയി. ഇതിനുശേഷമാണ് വിയൂർ ജയിലിൽ വിവരം അറിയിക്കുന്നത്. ബാലമുരുകനായി തൃശൂർ നഗരം കേന്ദ്രീകരിച്ചാണ് നിലവിലെ പരിശോധന. ബാലമുരുകന്റെ പുതിയ ചിത്രങ്ങൾ പോലീസ് പുറത്തുവിട്ടു. തമിഴ്നാട് ബന്തൽക്കുടി SI നാഗരാജിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ എത്തിച്ചത്. മുൻപ് 2 വട്ടം പോലീസ് കസ്റ്റഡിയിൽ നിന്ന് ബാലമുരുകൻ ചാടിപ്പോയിരുന്നു. റോഡരികിൽ സൂക്ഷിക്കുന്ന ബൈക്കുകൾ തട്ടിയെടുത്ത ശേഷം തമിഴ്നാട്ടിലേക്ക് കടക്കുന്നതാണ് പ്രതിയുടെ രീതി. കേരളത്തിലും തമിഴ്നാട്ടിലുമായി 53 ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് ബാലമുരുകൻ. 24 തൃശൂർ. സർവശിക്ഷാ അഭിയാൻ പദ്ധതി പ്രകാരം കേരളത്തിന് അർഹമായ തുക നൽകും എന്ന് കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ. കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥരുമായി ഇക്കാര്യം ചർച്ച ചെയ്തുവെന്ന് അഡീഷണൽ സോളിസിറ്റർ ജനറൽ വ്യക്തമാക്കി. അർഹതപ്പെട്ട പണം പോലും കേന്ദ്രം തടയുന്നു എന്ന് കേരളം സുപ്രീം കോടതിയെ അറിയിച്ചതിന് പിന്നാലെയാണ് കേന്ദ്രത്തിന്റെ അനുകൂലമായ മറുപടി. സ്പെഷ്യൽ ടീച്ചേഴ്സ് നിയമന കേസിലാണ് സർവശിക്ഷാ അഭിയാൻ ഫണ്ടുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ നിലപാട് വ്യക്തമാക്കിയത്. കേസ് പരിഗണിച്ച ഘട്ടത്തിൽ അർഹതപ്പെട്ട പണം പോലും കേന്ദ്രം തടയുന്നുവെന്ന് കേരളം സുപ്രീം കോടതിയെ അറിയിച്ചു. സർവശിക്ഷാ അഭിയാൻ പ്രകാരം കേരളത്തിന് അർഹമായ തുക എത്രയാണോ അത് നൽകുമെന്ന് കേന്ദ്രം സുപ്രീം കോടതിയിൽ മറുപടി നൽകി. തടഞ്ഞുവെച്ച ഫണ്ട് നൽകുമെന്ന് അഡീഷണൽ സോളിസിറ്റർ ജനറൽ സുപ്രീം കോടതിയെ അറിയിച്ചു. ഇതിനായി കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തിയെന്നും ASG കോടതിയിൽ പറഞ്ഞു. കേന്ദ്ര ഫണ്ട് ലഭിക്കാത്തതുകൊണ്ടാണ് PM ശ്രീ പദ്ധതിയുടെ ധാരണാപത്രത്തിൽ ഒപ്പിടാൻ നിർബന്ധിതരായതെന്നായിരുന്നു സംസ്ഥാന വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി നൽകിയ വിശദീകരണം. SSK ഫണ്ട് ലഭിക്കാത്ത സാഹചര്യത്തിൽ ഈ മാസം 10-ന് ഡൽഹിയിലെത്തി ചർച്ചകൾ നടത്തുമെന്നും ശിവൻകുട്ടി നേരത്തെ അറിയിച്ചിരുന്നു. ഈ സംഭവവികാസങ്ങൾക്ക് പിന്നാലെയാണ് കേരളത്തിന് തുക നൽകുമെന്ന കേന്ദ്രത്തിന്റെ മറുപടി. 24 ഡൽഹി. സംസ്ഥാനത്ത് പാൽവില കൂടും. തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം പാൽവിലയിൽ വർധന ഉണ്ടാകുമെന്ന് മന്ത്രി J ചിഞ്ചുറാണി അറിയിച്ചു. മിൽമയുടെ ശുപാർശ പരിശോധിച്ചായിരിക്കും തീരുമാനം. നേരിയ വില വർധനയ്ക്ക് ശുപാർശ ചെയ്തിട്ടുണ്ടെന്ന് മിൽമ തിരുവനന്തപുരം മേഖലാ ചെയർപേഴ്സൺ മണി വിശ്വനാഥും വ്യക്തമാക്കി. സംസ്ഥാനത്ത് പാൽവില വർദ്ധിപ്പിക്കാൻ തത്വത്തിൽ ധാരണയായതായി സൂചന. പാൽവില ഇപ്പോൾ വർദ്ധിപ്പിക്കാത്തത് തദ്ദേശ തെരഞ്ഞെടുപ്പ് സമയമായതുകൊണ്ടാണെന്ന് മന്ത്രി J ചിഞ്ചുറാണി. പാൽവില വർദ്ധിപ്പിക്കണമെന്ന ശുപാർശ മിൽമ സർക്കാരിനു നൽകിയാൽ അത് പരിശോധിക്കുമെന്നും മന്ത്രി. ക്ഷീരകർഷകരുടെ പാലെടുക്കുന്ന മിൽമയല്ലേ, അപ്പൊ അത് കൂട്ടുവാനുള്ള ഉത്തരവാദിത്വം അവർക്കാണ് ഏറ്റവും കൂടുതലുള്ളത്. അത് കൂട്ടിക്കൊടുക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല. ശകലം കൂട്ടണം എന്ന് പറഞ്ഞാൽ ഓവറായിട്ട് കൂട്ടാൻ പാടില്ല. നേരിയ വില വർധനയ്ക്ക് ബോർഡിനോട് ശുപാർശ ചെയ്തിട്ടുണ്ടെന്ന് മിൽമ തിരുവനന്തപുരം മേഖലാ ചെയർപേഴ്സൺ മണി വിശ്വനാഥ്. നേരിയ വില വർധന ശുപാർശ ചെയ്ത് ഫെഡറേഷനിൽ അറിയിച്ചിട്ടുണ്ട്. ഫെഡറേഷനും ഗവൺമെന്റും കൂടെ ആലോചിച്ചാണ് അടുത്ത പരിഗണനയിലേക്ക് വരുന്നത്. 2023 ഏപ്രിലിലാണ് അവസാനമായി പാൽവില വർദ്ധിപ്പിച്ചത്. അതിനുശേഷം വിവിധ ഘട്ടങ്ങളിൽ വിലവർധന ആവശ്യം ഉയർന്നിരുന്നെങ്കിലും ജനങ്ങൾക്കുമേൽ അമിതഭാരം അടിച്ചേൽപ്പിക്കേണ്ട എന്ന നിലപാടിനെ തുടർന്ന് വില കൂട്ടിയില്ല. സെപ്റ്റംബറിൽ ചേർന്ന ബോർഡ് യോഗത്തിലും വില വർദ്ധിപ്പിക്കണമെന്ന ആവശ്യമുയർന്നു. പാലും പാലുൽപ്പന്നങ്ങളും GSTയിൽ നിന്ന് ഒഴിവാക്കിയ പശ്ചാത്തലത്തിൽ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ല എന്ന നിലപാടിൽ പിന്മാറുകയായിരുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടി വരുന്ന പശ്ചാത്തലത്തിൽ നേരിയ നിരക്ക് വർധനയ്ക്കു മാത്രമാകും സർക്കാർ അംഗീകാരം നൽകുക.
24 തിരുവനന്തപുരം. ഛത്തീസ്ഗഡ് ബിലാസ്പൂരിലുണ്ടായ ട്രെയിൻ അപകടത്തിൽ 6 പേർ മരിച്ചു. പാസഞ്ചർ ട്രെയിനും ചരക്ക് ട്രെയിനും കൂട്ടിയിടിച്ചായിരുന്നു അപകടം. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്നുണ്ട് വിവരങ്ങളുമായി. ബൽറാം, എപ്പോഴാണ് ഈ അപകടം ഉണ്ടായത്? 6 പേരുടെ മരണം സ്ഥിരീകരിച്ചിട്ടുണ്ടല്ലോ. ഈ കൂടുതൽ അപകടം കൂടുതൽ വലിയ തോതിലേക്ക് മാറാനുള്ള സാഹചര്യമുണ്ടോ? എന്തൊക്കെ പുതിയ വിവരങ്ങളാണ് നമുക്ക് കിട്ടുന്നത് ബൽറാം? GK, ഇന്ന് വൈകിട്ട് 4 മണിക്കാണ് ഈ അപകടമുണ്ടായത്. കോർബയിൽ നിന്നും ബിലാസ്പൂരിലേക്ക് പോകുന്ന മെമു ട്രെയിനാണ് ഒരു ചരക്ക് തീവണ്ടിക്ക് പുറകിൽ ഇടിച്ചു കയറിയത്. അതിവേഗത്തിലായിരുന്നു ഈ തീവണ്ടി എന്നാണ് ദൃക്സാക്ഷികൾ അറിയിക്കുന്നത്. ഈ ചരക്ക് ട്രെയിനിന്റെ അവസാന ബോഗിക്ക് മുകളിൽ നിലയുറപ്പിച്ച നിലയിലാണ് മെമു ട്രെയിനിന്റെ ആദ്യ ബോഗി. അത്രത്തോളം ശക്തമായ ഇടിയാണ് ഉണ്ടായത്. ഈ അപകടത്തിൽ 6 പേർ മരിച്ചതായി ജില്ലാ പോലീസ് മേധാവി സ്ഥിരീകരിച്ചിട്ടുണ്ട്. എന്നാൽ മരണസംഖ്യ ഇനിയും ഉയർന്നേക്കുമെന്നാണ് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇതിനകം തന്നെ 20 പേരെ ആശുപത്രിയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. പ്രദേശത്ത് രക്ഷാപ്രവർത്തനം ഇപ്പോഴും ഊർജിതമായി പുരോഗമിക്കുകയാണ്. റെയിൽവേ പോലീസിന്റെയും റെയിൽവേ ഉദ്യോഗസ്ഥരുടെയും പ്രദേശവാസികളുടെയും നേതൃത്വത്തിലാണ് രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നത്. ഈ ട്രെയിനിന്റെ അവശിഷ്ടങ്ങൾക്ക് ഉള്ളിൽ നിരവധി പേർ ഇപ്പോഴും കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്നാണ് പ്രാദേശിക മാധ്യമങ്ങളിലെ റിപ്പോർട്ട്. ഇവരെ പുറത്തെടുക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ഊർജിതമായി തന്നെ പുരോഗമിക്കുന്നു. റെയിൽവേയുടെ പ്രത്യേക സംഘത്തെ ഈ പ്രദേശത്തേക്ക് അയച്ചിട്ടുണ്ട്. ഉന്നത റെയിൽവേ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർ അല്പസമയത്തിനകം തന്നെ പ്രദേശത്തേക്ക് എത്തിച്ചേരും. ഒരേ ട്രാക്കിൽ ഒരേ ദിശയിൽ പോകുകയായിരുന്ന 2 ട്രെയിനുകളാണ് കൂട്ടിയിടിച്ചത് എന്നതുകൊണ്ട് തന്നെ എന്താണ് ഈ അപകടത്തിൽ മെമു ട്രെയിൻ ചരക്ക് ട്രെയിനിൽ ഇടിച്ചുണ്ടായ അപകടത്തിൽ 6 മരണം എന്നതാണ് ബൽറാം നെടുങ്ങാടി റിപ്പോർട്ട് ചെയ്തത്. ബീഹാറിൽ ആദ്യഘട്ട വോട്ടെടുപ്പിനുള്ള പരസ്യ പ്രചാരണം അവസാനിച്ചു. അധികാരത്തിലെത്തിയാൽ സ്ത്രീകൾക്ക് 30,000 രൂപയും കർഷകർക്ക് താങ്ങുവിലയ്ക്ക് പുറമെ സാമ്പത്തിക സഹായവും നൽകുമെന്ന് മഹാസഖ്യത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി തേജസ്വി യാദവ് പ്രഖ്യാപിച്ചു. തോൽവി മുന്നിൽ കണ്ടാണ് പ്രഖ്യാപനമെന്നായിരുന്നു BJP നേതാക്കളുടെ പരിഹാസം. സ്ത്രീ വോട്ടർമാരെ ഒപ്പം നിർത്താൻ പരമാവധി ശ്രമത്തിലാണ് മഹാസഖ്യം. മായി ബഹിൻമാൻ യോജന എന്ന പേരിലുള്ള പദ്ധതി വഴി അധികാരത്തിലെത്തിയാൽ ജനുവരി മാസം തന്നെ 30,000 രൂപ സ്ത്രീകളുടെ അക്കൗണ്ടിലേക്ക് എത്തുമെന്നാണ് പ്രഖ്യാപനം. 1 കിൻഡൽ നെല്ലിന് 300 രൂപയും 1 കിൻഡൽ ഗോതമ്പിന് 400 രൂപയും താങ്ങുവിലയ്ക്ക് പുറമെ നൽകുമെന്നും മഹാസഖ്യത്തിലെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി തേജസ്വി യാദവ് പറഞ്ഞു. ബീഹാറിൽ ആഞ്ഞടിക്കുന്നത് NDA സുനാമിയാണെന്ന് അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ പറഞ്ഞു. രാഹുൽ ഗാന്ധി ദുശ്ശകുനമാണെന്നും അധിക്ഷേപ പരാമർശം. 18 ജില്ലകളിലായി 121 മണ്ഡലങ്ങളാണ് മറ്റന്നാൾ ജനവിധി തേടുക. അവശതകൾ പ്രകടമാണെങ്കിലും വിശ്രമത്തിന് അവധി നൽകി ലാലു പ്രസാദ് യാദവ് അവസാന ലാപ്പിൽ പ്രചാരണത്തിനായി കാര്യമായി രംഗത്തിറങ്ങിയിട്ടുണ്ട്. തേജസ്വി യാദവ്, നിലവിലെ ഉപമുഖ്യമന്ത്രിയും BJP നേതാവുമായ സാമ്രാജ് ചൗധരി, മൈഥിലി ഠാക്കൂർ തുടങ്ങി പ്രമുഖർ ആദ്യഘട്ടത്തിൽ ജനവിധി തേടുന്നുണ്ട്. നവംബർ 11-നാണ് ശേഷിച്ച 122 സീറ്റുകളിൽ വോട്ടിംഗ് നടക്കുക. ഒടുവിൽ തെരഞ്ഞെടുപ്പ് നടന്ന സംസ്ഥാനങ്ങളിൽ സ്ത്രീ വോട്ടർമാർ എത്രത്തോളം നിർണായകമായി എന്ന വിലയിരുത്തൽ മുന്നണികൾക്കുണ്ട്. അതുകൊണ്ട് അവസാന ലാപ്പിൽ പരമാവധി സ്ത്രീ വോട്ടർമാരെ സ്വാധീനിക്കാനുള്ള ശ്രമത്തിലാണ് പാർട്ടികൾ. ബീഹാറിലെ പട്നയിൽ നിന്നും വരുൺ വടശ്ശേരിക്കൊപ്പം ശ്രീനാഥ് ചന്ദ്രൻ, 24. സംസ്ഥാനത്ത് നെല്ല് സംഭരണം താളം തെറ്റുന്നതിനിടെ പരസ്പരം കുറ്റപ്പെടുത്തി സർക്കാരും മില്ലുടമകളും. മുഖ്യമന്ത്രിയുടെ യോഗത്തിന് ശേഷം മന്ത്രിമാർ ആരും വിളിച്ചില്ലെന്ന് മില്ലുടമകൾ പറഞ്ഞു. എന്നാൽ ഈ വാദം തള്ളിയ ഭക്ഷ്യമന്ത്രി ഇനിയും ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന് അറിയിച്ചു. 50ഓളം മില്ലുടമകളിൽ സർക്കാരുമായി സഹകരിക്കുന്നത് 2 മില്ലുകൾ മാത്രം. നാമമാത്രമായ നെല്ല് സംഭരണമാണ് സംസ്ഥാനത്ത് നടക്കുന്നത്. മുഖ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മന്ത്രിമാരാരും ബന്ധപ്പെട്ടില്ലെന്നാണ് നെല്ലുടമകളുടെ പരാതി. ഞങ്ങൾക്ക് തന്നത് തന്നെന്ന് പറഞ്ഞപ്പോൾ അത് കുറച്ച് തരാമെന്ന് പറഞ്ഞു. കുറച്ച് തന്നാലും കാര്യം നടക്കില്ല. ഈ 64 കിട്ടിയാലും മില്ല് രക്ഷപ്പെടില്ല. എന്നാലും ഞങ്ങൾ തുടങ്ങാൻ തയ്യാറാണ്. ഇന്ന് വിളിച്ചു പറഞ്ഞ മന്ത്രിമാർ വിളിച്ചോന്ന് ചോദിച്ചു. ചോദ്യത്തിന് മറുപടി ഇന്നവരും വിളിച്ചിട്ടില്ല. കർഷകരെ സഹായിക്കാനുള്ള സർക്കാരിന്റെ പ്രവർത്തനങ്ങളെ എങ്ങനെ പൊളിക്കാമെന്ന ഗൂഢരാഷ്ട്രീയ ചിന്തയാണ് ചില മില്ലുടമകൾക്കെന്ന് മന്ത്രി GR അനിൽ കുറ്റപ്പെടുത്തി. ഇങ്ങനെ കർഷകനെ സഹായിച്ച് കർഷകനെ ബന്ധുവാക്കുന്ന പ്രവർത്തനങ്ങളെ എങ്ങനെ പൊളിക്കാം എന്ന ഗൂഢമായ രാഷ്ട്രീയ ചിന്തയാണ് ഇത്തരം മില്ലുടമകൾ ചിലർ നടത്തുന്നത് എന്ന് പറയേണ്ടി വരികയാണ്. നെല്ല് സംഭരണത്തിൽ കൂടുതൽ മില്ലുടമകൾ സർക്കാരുമായി സഹകരിക്കുന്നുണ്ടെന്നാണ് ഭക്ഷ്യവകുപ്പിന്റെ വിശദീകരണം. നിലവിലെ പ്രശ്നങ്ങളിൽ സർക്കാർ പരമാവധി വിട്ടുവീഴ്ച ചെയ്തെന്നും എടുത്ത നെല്ലിന്റെ പണം അടുത്ത ആഴ്ചയ്ക്കുള്ളിൽ കർഷകരുടെ കൈകളിൽ എത്തിക്കുമെന്നും മന്ത്രി ഉറപ്പു നൽകി. 24 തിരുവനന്തപുരം. സംസ്ഥാന ചലച്ചിത്ര അവാർഡിൽ ബാലതാരങ്ങൾക്ക് പുരസ്കാരം നൽകാത്തതിൽ വിവാദം. ബാലതാരങ്ങളെ അവഗണിച്ചുവെന്നും ജൂറി നിലപാട് പ്രതിഷേധാർഹമാണെന്നും കുറ്റപ്പെടുത്തി സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ എന്ന സിനിമയുടെ സംവിധായകൻ വിനേഷ് വിശ്വനാഥും ബാലതാരം ദേവനന്ദയും ഇന്ന് രംഗത്തെത്തി.
പരാതി ചർച്ച ചെയ്യുമെന്നും അവാർഡിന് അർഹമായ സിനിമകൾ ഇല്ല എന്നാണ് ജൂറി അറിയിച്ചതെന്നുമാണ് സാംസ്കാരിക മന്ത്രി സജി ചെറിയാന്റെ പ്രതികരണം. ബാലതാരങ്ങളോ കുട്ടികൾക്കായുള്ള സിനിമയോ ഇന്നലെ പ്രഖ്യാപിച്ച ചലച്ചിത്ര പുരസ്കാരത്തിൽ ഇടം നേടിയിരുന്നില്ല. കുട്ടികളുടെ ക്രിയേറ്റീവായ സിനിമകളില്ലെന്നും അത്തരം സിനിമകൾ കണ്ടെത്തണമെന്നുമായിരുന്നു ജൂറിയുടെ പരാമർശം. ഇതിന് പിന്നാലെയാണ് പ്രതിഷേധവുമായി സിനിമാ പ്രവർത്തകർ രംഗത്തെത്തിയത്. മികച്ച ബാലതാരത്തിനുള്ള പുരസ്കാരം പൂർണ്ണമായും ഒഴിവാക്കിയത് പ്രതിഷേധാർഹമെന്ന് സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ സിനിമയുടെ സംവിധായകൻ വിനേഷ് വിശ്വനാഥ് 24നോട് പറഞ്ഞു. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഈ കാറ്റഗറിയോട് തന്നെ ഉണ്ടാവുന്നുണ്ട്. ഒരു ബെസ്റ്റ് ചൈൽഡ് ആക്ടറിനുള്ള അവാർഡ് ഇങ്ങനെ അങ്ങ് മാറ്റിവെച്ച് പോവുകയാണ്. വിഷയം ചർച്ച ചെയ്യുമെന്ന് മന്ത്രി സജി ചെറിയാൻ. പല കുറവുകൾ ചൂണ്ടിക്കാണിച്ചിട്ട് ആ കുറവുകളെല്ലാം അവരുടെ ശ്രദ്ധപ്പെടുത്തിയിട്ട് നമുക്കതിനെ എങ്ങനെ രൂപാന്തരപ്പെടുത്താൻ കഴിയുമെന്ന നടപടി ഉണ്ടാകും. ബാലതാരങ്ങൾക്ക് പുരസ്കാരം നൽകാത്തതിൽ ദേവനന്ദയും രംഗത്തെത്തി. ബാലതാരങ്ങൾക്കും അവകാശങ്ങളുണ്ടെന്നും കുട്ടികളും സമൂഹത്തിന്റെ ഭാഗമാണെന്നും ദേവനന്ദ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ആൻമരിയ സനി, 24, കൊച്ചി. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കൊല്ലം കോർപ്പറേഷനിലേക്ക് 13 സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കോൺഗ്രസ്. INTUC ജില്ലാ പ്രസിഡന്റ് AK ഹഫീസ് മേയർ സ്ഥാനാർത്ഥിയാകും. ഭരണം ഉറപ്പ് എന്നാണ് AK ഹഫീസിന്റെ പ്രതികരണം. അതേസമയം ജില്ലാ പഞ്ചായത്തിലെ സീറ്റ് വിഭജനത്തെ ചൊല്ലി കോട്ടയത്ത് LDF UDF മുന്നണികൾക്കുള്ളിൽ തർക്കം നിലനിൽക്കുകയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കൊല്ലം കോർപ്പറേഷനിലേക്കുള്ള ആദ്യഘട്ട സ്ഥാനാർത്ഥികളെ കോൺഗ്രസ് പ്രഖ്യാപിച്ചു. 13 ഡിവിഷനുകളിലെ സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിച്ചത്. കോർപ്പറേഷൻ മുൻ പ്രതിപക്ഷ നേതാവും INTUC ജില്ലാ പ്രസിഡന്റുമായ AK ഹഫീസാണ് മേയർ സ്ഥാനാർത്ഥി. വിജയം സുനിശ്ചിതമെന്നും 25 വർഷത്തെ ഇടതുപക്ഷ ഭരണത്തിലെ അഴിമതി തുറന്നുകാട്ടി തെരഞ്ഞെടുപ്പിനെ നേരിടുമെന്നും AK ഹഫീസ് 24നോട് പറഞ്ഞു. പ്രാവശ്യം നല്ല പൂർണ്ണമായ ശുഭാപ്തി വിശ്വാസത്തോടെയാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. കാരണം കഴിഞ്ഞ 30 വർഷക്കാലമായി കൊല്ലം നഗരത്തിലെ ജനങ്ങൾ, 25 വർഷക്കാലം കോർപ്പറേഷനും അതിനു മുമ്പ് 5 വർഷക്കാലം മുനിസിപ്പാലിറ്റി എന്ന നിലയിൽ കൊല്ലം നഗരത്തിലാണ് ഒരു പ്രവർത്തനം ഉണ്ടായിട്ടില്ല. തൊട്ട് നിലയിൽ എവിടെ തൊട്ടാലും നമുക്ക് കാണാൻ കഴിയുന്ന മുഴുവൻ അഴിമതി നിറഞ്ഞൊരു ഭരണ സംവിധാനം, അത് മാത്രമേ കാണാൻ കഴിഞ്ഞിട്ടുള്ളൂ. രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകാതെ ഉണ്ടാകുമെന്നും കോൺഗ്രസ് നേതാക്കൾ വ്യക്തമാക്കി. 10 സീറ്റുകളിൽ RSP ആണ് മത്സരിക്കുന്നത്. അതേസമയം കോട്ടയത്ത് സീറ്റ് വിഭജനം മുന്നണികൾക്ക് കീറാമുട്ടിയെ തുടരുകയാണ്. ഒരു സീറ്റ് അധികമായി വന്നതോടെ ഈ സീറ്റിനെ ചൊല്ലിയാണ് ഇരു മുന്നണികളിലെയും തർക്കം. 24 കൊല്ലം. പോലീസ് സ്റ്റേഷനിൽ എത്തുന്നവരോട് മര്യാദയോടെ പെരുമാറണമെന്ന് DGP റവാഡ ചന്ദ്രശേഖർ. ചിരിയോടെ സ്വാഗതം ചെയ്യുകയും പരാതിക്കാരെ സമയമെടുത്ത് സഹായിക്കാനും തയ്യാറാകണമെന്നും നിർദ്ദേശമുണ്ട്. കേരള പോലീസിന്റെ പുതിയ വനിതാ ഡിവിഷൻ ഉദ്ഘാടനം ചെയ്യുമ്പോഴായിരുന്നു DGPയുടെ നിർദ്ദേശം. സ്റ്റേഷനിലെത്തുന്നവരോട് മാന്യമായി പെരുമാറണമെന്ന കർശന നിർദ്ദേശവുമായാണ് DGP രവത ചന്ദ്രശേഖരൻ രംഗത്തെത്തിയത്. പരാതിക്കാരെ കേൾക്കാനും അവർക്ക് സംരക്ഷണം ഉറപ്പാക്കാനും കഴിയണം. സ്റ്റേഷനിലെത്തുന്നവർക്ക് മാന്യത നൽകുക എന്നത് പ്രധാനമാണെന്നും സംസ്ഥാന പോലീസ് മേധാവി രവത ചന്ദ്രശേഖർ പറഞ്ഞു. We should bring a smile to her face. I hope that will happen and that will happen every time any person comes to the police station. ശാരീരിക ആക്രമണങ്ങൾ പോലെ സൈബർ ആക്രമണങ്ങൾക്കെതിരെയും കർശന നടപടി വേണം. The digital space has become the new frontier of crime, from cyber stalking and impersonation to ഓൺലൈൻ എക്സ്പ്ലോയിറ്റേഷൻ ആൻഡ് ബ്ലാക്ക്മെയിൽ. കേരള പോലീസിന്റെ പുതിയ വനിതാ ഡിവിഷന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു DGP രവത ചന്ദ്രശേഖർ. DIG അജിത ബീഗം അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ADGP S ശ്രീജിത്ത്, IG രാജ്പാൽ മീണ, DIG T നാരായണൻ, DCP അരുൺ K പവിത്രൻ തുടങ്ങിയവർ സംസാരിച്ചു. 24 കോഴിക്കോട്. വിമാന ടിക്കറ്റ് റീഫണ്ട് മാനദണ്ഡങ്ങളിൽ മാറ്റം വരുത്താൻ DGCA. ബുക്ക് ചെയ്ത് 48 മണിക്കൂറിനുള്ളിൽ ടിക്കറ്റ് റദ്ദാക്കിയാലും റീഷെഡ്യൂൾ ചെയ്താലും അധിക ചാർജുകൾ ഒഴിവാക്കും. ഇതിനായി പുതിയ ചട്ടങ്ങൾ രൂപീകരിക്കും. 21 പ്രവൃത്തി ദിവസങ്ങൾക്കുള്ളിൽ റീഫണ്ട് പ്രക്രിയ വിമാന കമ്പനികൾ പൂർത്തിയാക്കണമെന്ന വ്യവസ്ഥയും പുതിയ നിയമത്തിലുണ്ടാകും. നിയമത്തിന്റെ കരട് തയ്യാറായതായാണ് വിവരം. വിമാന ടിക്കറ്റ് റീഫണ്ടുമായി ബന്ധപ്പെട്ട ആശങ്കകളുടെ പശ്ചാത്തലത്തിലാണ് പുതിയ മാറ്റങ്ങൾ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.